video, we are going to discuss the relationship between marginal cost and average cost. Okay, related to our topic, cost part D. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ എന്നോട് കോസ്റ്റുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ മൈ ആൻസർ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ്. ഓക്കെ, ഇവിടെ എൻ്റെ ജോലി വളരെ എളുപ്പമാണ്, കാരണം ആവറേജ് കോസ്റ്റ് A to Z നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി നോ തറൗലി ദ മീനിങ് ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ കർവ് ഓഫ് ദ ആവറേജ് കോസ്റ്റ് ഓർ ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ആ പ്രീവിയസ് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഈ ടോപ്പിക്ക് ഫിനിഷ് ചെയ്യാൻ. റൈറ്റ്, അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് പാരഗ്രാഫ് ടൈപ്പ് ഓർ ഈവൺ എസ്സേ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്, മൈക്രോ എക്കണോമിക്സ് ആവട്ടെ, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഓർ ഇൻട്രോഡക്ടറി എക്കണോമിക്സ് ഓർ മാനേജീരിയൽ എക്കണോമിക്സ് ഓർ എക്കണോമിക്സ് ഇൻ എവറിഡേ ലൈഫിലൊക്കെ വരുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയാസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ആൻസറിലേക്ക് പോകരുത്. ഒരു 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 3 അല്ലെങ്കിൽ 4 റിലേഷൻഷിപ്പ് സ്ട്രൈറ്റ് ആയിട്ട് എഴുതാം, 2 മാർക്ക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാം. ഓക്കെ, പക്ഷെ ഒരു പാരഗ്രാഫ് ടൈപ്പ് അല്ലെങ്കിൽ ലോങ് എസ്സേ ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ പാറ്റേൺ നമ്മൾ ആ രീതിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ്. See here we needed to discuss first average cost. Okay, നിങ്ങൾ ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യണം? You can start like this. There is a close or unique relationship between average cost and marginal cost. Okay, AC and MC relationship വളരെ യുണീക്ക് ആണ്, ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ആണ്. അത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ട് മൈക്രോ എക്കണോമിക്സിൽ വരുന്ന ഏരിയാസ് ആണെന്നുള്ള രീതിയിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ദെൻ വി നീഡ് ടു ഡിഫൈൻ ഫസ്റ്റ് ആവറേജ് കോസ്റ്റ്. ഓക്കെ, ആവറേജ് കോസ്റ്റ് പറയുന്നു, ദെൻ ആവറേജ് കോസ്റ്റിൻ്റെ കർവ് വരയ്ക്കുന്നു. റൈറ്റ്, 5 മാർക്ക് ലോങ് എസ്സേ ഫോർമാറ്റാണ് ഞാൻ പറയുന്നത്. ദെൻ വി നീഡ് ടു ഡിഫൈൻ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് പറയുന്നു, അതിൻ്റെ ഫോർമുല പറയുന്നു, ദെൻ മാർജിനൽ കോസ്റ്റിൻ്റെ കർവ് വരയ്ക്കുന്നു. ആഫ്റ്റർ ദാറ്റ് വി മേക്ക് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MC ആൻഡ് AC through a figure as well as through a table. ഓക്കെ, പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടേബിൾ നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഓക്കെ, ആ ടേബിളിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ദെൻ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് is equal to TFC plus TVC. ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ദെൻ ആവറേജ് കോസ്റ്റ് വരെ നമ്മൾ ടേബിൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വി നീഡ് ടു ഡിസ്കസ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും അതിൻ്റെ റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു കർവിലൂടെ കാണിക്കാം. പ്ലസ് അത് നിങ്ങൾക്കൊരു 5 മാർക്ക് അല്ലെങ്കിൽ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് മതി. എങ്ങനെയാണ്? ആവറേജ് കോസ്റ്റ് ദെൻ മാർജിനൽ കോസ്റ്റ്, റിലേഷൻഷിപ്പ് വീണ്ടും നമ്മൾ 2 കോസ്റ്റും കൂടി ഒരു കർവിൽ കാണിക്കുന്നു, ദെൻ റിലേഷൻഷിപ്പ് എഴുതുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു. റൈറ്റ്, എസ്സേ ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രാഫ് മാത്രം പോരാ, ടേബിളും റെപ്രസെൻ്റ് ചെയ്തിട്ട് മനോഹരമായിട്ട് ആൻസർ കൊടുക്കണം. ഓക്കെ, സോ ഒരു എക്സാമിനേഷൻ പാറ്റേൺ, കാരണം എക്സാമിനർ നിങ്ങൾ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുമ്പോൾ മാക്സിമം മാർക്ക്, ആ ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വി ക്യാൻ സിംപ്ലി സേ ദർ ഈസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MC ആൻഡ് AC ഓർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MC ആൻഡ് AC ഈസ് യുണീക്ക്. Okay, that may be the introduction, and before explaining the relationship between marginal cost and average cost, we need to take first the meaning and also the shape of the curves of average cost and marginal cost. Okay, അപ്പോൾ ഇവിടെ ഞാൻ ആവറേജ് കോസ്റ്റ് എടുക്കുന്നു. ആവറേജ് കോസ്റ്റ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആവറേജ് കോസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം ആവറേജ് കോസ്റ്റ്. ഓക്കെ, ആവറേജ് കോസ്റ്റ് is equal to total cost by Q. Q, the level of output. Or average cost is equal to average fixed cost plus average variable cost. Right, we know all these things that we have discussed, and the average cost can be represented in a simple figure like this. This is the shape of the average cost curve. Or x-axis we can take here the level of output, and here over y-axis we can take cost, and this is the shape of the average cost curve. Average cost.
short run average cost. Okay, see here the shape of the average cost curve is U-shaped. Okay, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആവറേജ് കോസ്റ്റിൻ്റെയും മാർജിനൽ കോസ്റ്റിൻ്റെയും ഷേപ്പ് എന്താണ്? യു ഷേപ്പ്ഡ് ആണ്. അതുപോലെ തന്നെ യു ക്യാൻ ഡിറൈവ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഫ്രം ദി ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, അങ്ങനത്തെ ഉള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് യു ക്യാൻ ഡിറൈവ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഫ്രം ടോട്ടൽ കോസ്റ്റ്, isn't it? That we will discuss. See, this is about average cost. When you are answer starting ആണ് ഞാൻ പറയുന്നത്. Then after that we need to discuss marginal cost. What is the real meaning of marginal cost and also the shape of the marginal cost. Okay. How can we define marginal cost? See, MC refers to the addition to total cost. Okay, addition to total cost when one more unit of output is produced. Okay, കറക്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഒരു എക്സ്ട്രാ ഔട്ട്പുട്ട് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വന്നിട്ടുള്ള അഡീഷണൽ കോസ്റ്റ്, അതിന് വിളിക്കുന്ന പേരാണെന്ത്? മാർജിനൽ കോസ്റ്റ്. ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ് ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് when a firm is producing an extra unit of output. Right, ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? മാർജിനൽ കോസ്റ്റ്. ഓക്കെ, സി മാർജിനൽ കോസ്റ്റ് ഓൾസോ ഡിറൈവ്ഡ് ഫ്രം ദി ടോട്ടൽ കോസ്റ്റ് ആൻഡ് യു ക്യാൻ ഓൾസോ ഫൈൻഡ് ഔട്ട് ആവറേജ് കോസ്റ്റ് ഫ്രം ദി ടോട്ടൽ കോസ്റ്റ് ബൈ ഡിവൈഡിങ് ടോട്ടൽ കോസ്റ്റ് ബൈ ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്, isn't it? Then another thing is that what is the formula for finding out marginal cost? Okay, marginal cost നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടി see, marginal cost is equal to total cost n minus total cost n minus 1. ഓക്കെ, ഈ ഒരു ഫോർമുല ഞാൻ ബോക്സിൽ നിങ്ങൾക്ക് കാണിക്കുന്നു. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഞാനൊരു ടേബിൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, we can take an example. See, total cost is 100. Okay, total cost is 100. Here the total level of output is 10 units of output, then total cost is 100. Now 11th units of output, then total cost become 120. Right, 10 units of output ഉൽപ്പാദിപ്പിച്ചപ്പോൾ total cost 100 ആണ്. then 11ാമത് എക്സ്ട്രാ ഒരു യൂണിറ്റും കൂടി ഉൽപ്പാദിപ്പിച്ചപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായി? 120 ആയി. then what is the marginal cost? Marginal cost is equal to, what is the formula? Total cost n. n എന്ന് പറയുന്നത് ലാസ്റ്റ് അല്ലേ, 11th item. what is the total cost n here? 120. okay, minus total cost n minus 1. n minus 1 11 minus 1, that is 10th unit. 10th unit ഉൽപ്പാദിപ്പിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 100. right, then here we can simply say marginal cost 120 minus 100 is equal to 20. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് തറവാകാൻ വേണ്ടിയിട്ടാണ്. ഈ ഫോർമുലിൻ്റെ ഇമ്പോർട്ടൻസ്, കാരണം ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഈ രീതിയിലായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. then another interesting formula to find out marginal cost is that we can take marginal cost is equal to delta TC by delta Q. Okay, that is marginal cost is equal to change in total cost divided by change in output. Okay, ഈ സിമ്പിൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വി ക്യാൻ ടേക്ക് എ കോസ്റ്റ് ഫംഗ്ഷൻ. C is equal to 5q square plus 3q plus 10. Suppose this is the cost function. Then here if you want to calculate marginal cost, you can just take first derivative of this cost function. Okay, mathematical economics lokke ningal cheyenda karyangalana. See, C is equal to 5q square plus 3q plus 10. Here dc by dq is equal to, okay, first order derivative എടുക്കുകയാണ്. സി, നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസിലൊക്കെ ഡിഫറൻഷിയേഷൻ പഠിക്കും. ഈ ടെക്നിക്ക് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി ഡി സി ബൈ ഡി ക്യു is equal to 5q square become 10q plus 3q നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3
plus 10 ആവും 0. See, this is the marginal cost. Very simple. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യൂവിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്തായിരിക്കും? 10 ഇൻറ്റു ക്യൂ 5 ആണ്, 10 ഇൻറ്റു 5 പ്ലസ് 3, 10 ഇൻറ്റു 5 50 പ്ലസ് 3 is equal to 53. Then you can easily find out MC. So this is the differentiation technique. നിങ്ങൾക്കൊരു സിമ്പിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. y is equal to x raised to n. ഇങ്ങനെയാണെങ്കിൽ ഇതിന് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy by dx, അങ്ങനെ എക്സിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഈക്വൽ ടു n ഇൻറ്റു എക്സ് ഇങ്ങനെ വരും, n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. ഇവിടെ ഇതിൻ്റെ പവർ എന്ത് ചെയ്യും? ഇവിടെ വരുന്നു n ഇൻറ്റു എക്സ് റൈസ് ടു പവറിന് എന്ത് ചെയ്യണം? n മൈനസ് 1. ഏതുപോലെ ഇവിടെ ഇതാണ് പവർ അല്ലേ, q റൈസ് ടു 2 ആണ്, അപ്പോൾ 2 ഇൻറ്റു 5 10, 2 ഇൻറ്റു 5 10, q 2 മൈനസ് 1, q എന്ന് പറഞ്ഞാൽ അത്ര 1 ആണ്, q റൈസ് ടു 1 ആണ്, 1 ആകുമ്പോൾ നമ്മൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ 10 ഇൻറ്റു q എങ്ങനെ കിട്ടി? 2 ഇൻറ്റു 5 10, q റൈസ് ടു n മൈനസ് 1 എന്താണ്? 2 മൈനസ് 1 ആകുമ്പോൾ എന്താവും? q1. ഇവിടെ qക്ക് 1 ഉണ്ട് പവർ, പക്ഷെ 1 നമ്മൾ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിഫറൻഷിയേഷൻ. ഓക്കെ, മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ നമ്മൾ A to Z ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, മൈക്രോ എക്കണോമിക്സിലും കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സിലൊക്കെ. വീഡിയോ നിർബന്ധമായിട്ടും വാച്ച് ചെയ്യുക. 5 മാർക്ക് എസ്സേലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സി, ദിസ് ഈസ് അബൌട്ട് മാർജിനൽ കോസ്റ്റ്. Then another interesting question is that what is the shape of the marginal cost curve? Okay, marginal cost curve നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. See, this is the marginal cost. OX axis we can take output. Okay, ഈ രീതിയിൽ തന്നെ നിങ്ങൾ എക്സാമിന് എഴുതുക, എസ്സേ വന്നാലും പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും. ഓക്കെ, see, this is the shape of the marginal cost. Marginal cost, that is also U-shaped curve. Okay, U-shaped curve because of the operations of law of variable proportions. Law of variable proportions. Okay, ഈ കർവിനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം? ഇപ്പോൾ മാർജിനൽ കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ ചോദിച്ചിട്ടാണെങ്കിൽ ഈ രീതിയിൽ എഴുതണം. ആവറേജ് കോസ്റ്റ് ഞാൻ ബ്രീഫായിട്ടാണ് ഇവിടെ പറയുന്നത്, കാരണം എന്താ, പ്രീവിയസ് വീഡിയോയിൽ A to Z ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. See here marginal cost in the initial stage marginal cost is declining and reaches at minimum point. After that marginal cost will rise. Okay, why? Because of the operations of law of variable proportions. Stage 1, stage 2, stage 3 and increasing returns, then diminishing returns and negative returns. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സി, ദിസ് ഈസ് അബൌട്ട് മാർജിനൽ കോസ്റ്റ്. നേർക്ക് മനസ്സിലാക്കുക, മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ് ഷേപ്സ് ആർ. ഈ രണ്ട് എസിൻ്റെയും എം സിയുടെയും കർവിൻ്റെ ഷേപ്പ് എന്താണ്? യു ഷേപ്പ്ഡ് ആണ്, ബിക്കോസ് ഓഫ് ദി ഓപ്പറേഷൻസ് ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ആൻഡ് ബോത്ത് യു ക്യാൻ ഡിറൈവ് ഫ്രം ദി ടോട്ടൽ കോസ്റ്റ്. ആൻഡ് മോർ ദാൻ ദാറ്റ് you can easily find out marginal cost from cost function by taking first order derivative of the cost function. Here this is the simple example. Please note these two equations. Okay, the next step is that the representation of the relationship between MC and AC through a symbol figure as well as a table. Okay, so we can summarize the relationship by using this symbol figure. നേർക്ക് ശ്രദ്ധിക്കുക, ആവറേജ് കോസ്റ്റ് മാർജിനൽ കോസ്റ്റിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ ഡ്രോ ചെയ്യുകയാണ്. സി, ദിസ് ഈസ് ദ കർവ്, റൈറ്റ്. OX axis you can take here output, and OY axis we can take cost, right? See, first we can draw average cost. See, average cost. Okay, average cost. This is the average cost curve, U-shaped curve. Now this is the lowest point of average cost. Okay, lowest point. See, this is the marginal cost. Marginal cost curve. Marginal cost. Okay,
സി ഞാൻ മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് ഞാൻ ഇ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് വി ക്യാൻ ടേക്ക് ദിസ് ഈസ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഹിയർ വി ക്യാൻ ടേക്ക് ക്യൂ. റൈറ്റ്, സി ദിസ് ഈസ് ദ both curves AC and MC both are U-shaped that we have already discussed. Okay, നിങ്ങൾ ഈ കർവ് ശ്രദ്ധിച്ച് നിങ്ങളിങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യ്. പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്തെല്ലാം കാണാൻ പറ്റും? ഐ തിങ്ക് യു ഗോട്ട് ഓൾ ദ പോയിന്റ്സ്. ഓക്കെ, ഈ കർവ് നിങ്ങൾ നോക്കിയിട്ട് 4 റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സി ആൻഡ് എം സി ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. ഓക്കെ, സി ദീസ് ആർ ദ 4 ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, സി വെൻ എ സി ഈസ് ഫോളിങ്, സി എ സി ഈസ് ഫോളിങ്, നല്ല രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ, കാണാപ്പാടം പഠിക്കല്ലേ വേണ്ടത്, കൺസ്ട്രക്റ്റീവായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കുക. സി ദിസ് ഈസ് ദ എ സി കർവ്. ഓക്കെ, എ സി കർവ് ഇവിടെയാണ് വരുന്നത്. വെൻ എ സി ഈസ് ഡിക്ലൈനിങ്, ഓക്കെ, എ സി കർവ് എന്താണ്? ഡിക്ലൈൻ ചെയ്യാണ്. ഓക്കെ, ഡിക്ലൈൻ ചെയ്യാൻ മീൻസ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ആവറേജ് കോസ്റ്റ് കർവ് ഇനീഷ്യൽ പോയിന്റിൽ ഇങ്ങനെ കുറയുന്നു. സി വെൻ എ സി ഈസ് ഫാളിങ് ദെൻ ദ മാർജിനൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ എ സി. ഓക്കെ, നമ്മുടെ മാർജിനൽ കോസ്റ്റ് എന്താണ്? കാരണം ഈ പോർഷൻ വരെ നിങ്ങൾ ആലോചിക്കൂ, ഈ പോർഷൻ വരെ ആവറേജ് കോസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരുന്നു. ആവറേജ് കോസ്റ്റ് കുറയുന്ന ആ സമയത്തോളം എന്താണ് നമ്മുടെ എം സി മാർജിനൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ് ലൈസ് ബിലോ ദി ആവറേജ് കോസ്റ്റ് ആസ് ലോങ് ആസ് ആവറേജ് കോസ്റ്റ് ഈസ് ഫോളിങ്. ഓക്കെ, ആവറേജ് കോസ്റ്റ് ഇങ്ങനെ കുറയുന്ന ആ സമയത്തോളം ആ പീരീഡിലൊക്കെ എന്താണ് മാർജിനൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ആവറേജ് കോസ്റ്റ്. ഞാൻ ടേബിളിൽ നിങ്ങൾക്ക് അത് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. റൈറ്റ്, സോ വി ക്യാൻ ടേക്ക് ദിസ് പോയിന്റ്. ഓക്കെ, ഞാൻ ഔട്ട്പുട്ട് ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, നമുക്കത് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഔട്ട്പുട്ട് ലെവൽ 5 യൂണിറ്റ്സ് 5. ദിസ് ഈസ് ദ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് 4. വാട്ട് അബൌട്ട് ദി ആവറേജ് കോസ്റ്റ്? See, average cost we can see 7. So 4 is less than 7. നിങ്ങൾക്കിത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക, ഫിഗർ വെച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഈ എക്സാമിന് കൊടുക്കണം, നിങ്ങൾ ജസ്റ്റ് ഇത് വരച്ചാൽ മതി, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് പറയുന്നത്. സോ ആവറേജ് കോസ്റ്റ് ഫോൾ ചെയ്യുന്ന സമയത്തോളം എന്താണ് മാർജിനൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ എ സി. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് റിലേഷൻഷിപ്പ്. ദെൻ ദ സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് വെൻ എ സി ഈസ് റൈസിങ്. ഓക്കെ, ഈ പോർഷൻ അല്ലേ, എ സി ഈസ് റൈസിങ്, ആവറേജ് കോസ്റ്റ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൈസ് ചെയ്യാൻ. ഹിയർ ദ മാർജിനൽ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എ സി. ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ് ഈസ് ലാർജർ ഓർ ബിഗർ ദാൻ ആവറേജ് കോസ്റ്റ്. ഇവിടെ കണ്ടീഷൻ എന്താണ്? ആവറേജ് കോസ്റ്റ് ഈസ് റൈസിങ്. ഓക്കെ, ദെൻ മാർജിനൽ കോസ്റ്റ് ഈസ് ലാർജർ ഓർ ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് എന്തായിരിക്കും? ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുക. സി output level 12. Now see this is the average cost. Okay, average cost വരുന്നത്. ഓക്കെ, ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാണ്. 10. Now see average cost 20, something like that. Okay, ഇവിടെ average cost എന്ത് ചെയ്യുന്നു? കൂടുന്നു. That means മാർജിനൽ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്. കണ്ടീഷൻ എന്താണ്? നമ്മുടെ ആവറേജ് കോസ്റ്റ് റൈസിങ് ചെയ്യുന്ന സമയത്തോളം എന്താണ് മാർജിനൽ കോസ്റ്റ് ലൈസ് എബോവ് ദി ആവറേജ് കോസ്റ്റ്. ഓക്കെ, സോ വി ക്യാൻ സിംപ്ലി സേ മാർജിനൽ കോസ്റ്റ് ലൈസ് എബോവ് ദി ആവറേജ് കോസ്റ്റ് ആസ് ലോങ് ആസ് ആവറേജ് കോസ്റ്റ് ഈസ് റൈസിങ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാർജിനൽ കോസ്റ്റ് കർവ് കുറച്ചുകൂടി സ്റ്റീപ്പാണ് അല്ലേ, കുത്തനെയാണ് പോകുന്നത്. ഏതിൻ്റെ ശേഷം? ഈ ആവറേജ് കോസ്റ്റ് റൈസ് ചെയ്യുന്ന ഭാഗത്ത്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് മോർ സ്റ്റീപ്പർ. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ തേർഡ് റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് അറ്റ് ദ മിനിമം പോയിന്റ് ഓഫ് ആവറേജ് കോസ്റ്റ് കർവ്. ദിസ് ഈസ് ദ പോയിന്റ്, മിനിമം പോയിന്റ്. ഓക്കെ, ഇ അറ്റ് ദ മിനിമം പോയിന്റ് ഓഫ് ആവറേജ് കോസ്റ്റ് കർവ് മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ഓക്കെ, ആവറേജ് കോസ്റ്റിന് മിനിമം പോയിന്റിൽ എന്തായിരിക്കും?
മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ഓക്കെ, ഇതാണ് പോയിന്റ് പറയുന്നത്. ദാറ്റ് ഈസ് എം സി ഈസ് ഈക്വൽ ടു എ സി. ഈ ക്യൂ എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൽ എന്താണ്? ആവറേജ് കോസ്റ്റും 6 ആണ്, മാർജിനൽ കോസ്റ്റും 6 ആണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ. ദാറ്റ് മീൻസ് minimum point of average cost curve, marginal cost is equal to average cost. Don't forget. Then the last relationship is that fourth one, marginal cost curve will cut the average cost at its lowest point or minimum point, lowest point or bottom point or minimum point. Okay, that is marginal cost എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്തു, മിനിമം പോയിന്റിൽ എത്തി, ദെൻ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷെ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് ആവറേജ് കോസ്റ്റിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുക, മീൻസ് കട്ട് ചെയ്യുക. ഓക്കെ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് പ്രത്യേകത എന്തായിരിക്കും? ആവറേജ് കോസ്റ്റ് മിനിമം പോയിന്റിലായിരിക്കും. ആൻഡ് ഓൾസോ പ്ലീസ് നോട്ട്, മാർജിനൽ കോസ്റ്റ് കട്ട് ദി ആവറേജ് കോസ്റ്റ് അറ്റ് ദ മിനിമം പോയിന്റ് ഓഫ് ആവറേജ് കോസ്റ്റ് ഫ്രം ദി ബിലോ. ഓക്കെ, മുകളിൽ നിന്നല്ല, ഇങ്ങനെയല്ല കട്ട് ചെയ്യുന്നത്. എന്താണ്? ഫ്രം ദി ബിലോ. ഓക്കെ, മാർജിനൽ കോസ്റ്റ് കട്ട്സ് ആവറേജ് കോസ്റ്റ് ഫ്രം ദി ബിലോ അറ്റ് ദി മിനിമം ഓർ ബോട്ടം ഓർ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ആവറേജ് കോസ്റ്റ്. പോയിന്റ് ഇന്റെ പ്രത്യേകത എന്താണ്? ആവറേജ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. ആവറേജ് കോസ്റ്റ് നൈദർ ഗോസ് അപ്പ് നോർ ഡൗൺ, മുകളിലേക്കും പോകുന്നില്ല താഴോട്ടും പോകുന്നില്ല. ഈ ഒരു പോയിന്റ് ആവറേജ് കോസ്റ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അവിടെ എന്തായിരിക്കും? marginal cost is equal to average cost. Okay, see, these are the 4 relationship between average cost and marginal cost. നിങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഫിഗറൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു. നിങ്ങൾ എക്സാമിനെ നിങ്ങൾ ഡ്രോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. ഓക്കെ, നല്ലവണ്ണം ശ്രദ്ധിക്കുക. സി, നിങ്ങൾ നേർക്ക് മാർക്ക് ചെയ്യുന്ന ഒ എക്സ് ആക്സിസ്, ഇവിടെ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട്. ഇയർ ഒ വൈ ആക്സിസ് യു ക്യാൻ സി കോസ്റ്റ്. ഓക്കെ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആവറേജ് കോസ്റ്റ് വരക്കുന്നു. നേർക്ക് ശ്രദ്ധിക്കട്ടോ, ഞാൻ വീണ്ടും വരച്ചിരുന്നു. ആവറേജ് കോസ്റ്റ് വരക്കുന്നു. സി, യു ഷേപ്ഡ് ആവറേജ് കോസ്റ്റ്. ദെൻ പിന്നെ നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്താണ്? ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിന്റ്, ബോട്ടം പോയിന്റ്. അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ ബോട്ടം പോയിന്റിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? മാർജിനൽ കോസ്റ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ടത്. ആവറേജ് കോസ്റ്റിനെ കട്ട് ചെയ്യേണ്ട പോയിന്റ് ഏതാണ്? ദിസ് ഈസ് ദ ബോട്ടം പോയിന്റ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദിസ് ഈസ് ദ പോയിന്റ്. ഓക്കെ, ഈ മാർക്ക് ചെയ്തു. ഓക്കെ, ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെയാണ് എം സി ഈസ് ഈക്വൽ ടു എ സി. അപ്പോൾ ഞങ്ങൾ എക്സാമിന് വാല്യൂ ചെയ്യുമ്പം നിങ്ങൾ വരച്ചിട്ടുള്ള ഗ്രാഫിൽ ഞങ്ങൾ ആദ്യം ചെക്ക് ചെയ്തത് എന്തായിരിക്കും? മാർജിനൽ കോസ്റ്റ് കട്ട് ചെയ്തത്, ആവറേജ് കോസ്റ്റിന് കട്ട് ചെയ്തത് എവിടെയാണ്? മിനിമം ലോവസ്റ്റ് പോയിന്റിലാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, യു വിൽ ഗെറ്റ് മാക്സിമം മാർക്ക്. സി, ദിസ് ഈസ് അബൌട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സി ആൻഡ് എം സി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ്. സി, ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത്. മാർജിനൽ കോസ്റ്റ് കട്ട് ദ ആവറേജ് കോസ്റ്റ് ഫ്രം ബിലോ, അല്ലേ, താഴ്ത്തുനിന്നാണ്, അറ്റ് ഇറ്റ്സ് ലോവസ്റ്റ് പോയിന്റ് ഓർ മിനിമം പോയിന്റ്. അതാണ് നിങ്ങളെ മനസ്സിൽ പതിയേണ്ട കീവേഡ്. ഓക്കെ, ഇനി എ സി എം സിൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ എന്താണ് ഒരു ടേബിൾ റെപ്രസെൻ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ആ ടേബിൾ റെപ്രസെൻറ്റേഷൻ കൂടി കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് A to Z മനസ്സിലാവും. എസ്സേയിൽ വന്നിട്ടാണെങ്കിൽ ഗ്രാഫ് മാത്രം പോരാ, നിങ്ങൾ ടേബിളും കൊടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, we can easily understand the relationship between MC and AC from this simple table. Okay, listen very carefully. Unit of output, then total cost. Total cost, average cost. Total cost എന്ന് പറയുമ്പോൾ അതിൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് വിശദമായിട്ട് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എ സിൻ്റെയും എം സിയുടെയും റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ്. See, we can take the level of output is 0. Then total cost is 60. അതിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ദെൻ എ സി ആൻഡ് എം സി നമ്മൾ ഇന്നില്ലായിട്ട് നമ്മൾ ഒരു ഹൈഫൺ കൊടുക്കുന്നു. ദെൻ വാട്ട് അബൌട്ട് ദ ലെവൽ ഓഫ് 1? യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് 1. ടി സി ടോട്ടൽ കോസ്റ്റ് 160. ദെൻ ആവറേജ് കോസ്റ്റ് 160. വൈ? ടി സി ബൈ ക്യൂ ആണ് അല്ലേ ആവറേജ് കോസ്റ്റ്. 160 by 1 is equal to 160. But marginal cost is 100. നേർക്ക് ശ്രദ്ധിക്കുക, മാർജിനൽ കോസ്റ്റ് ഈസ് 100. വൈ? ഈ ഫോർമുല ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. ചേഞ്ച് ഇൻ ടി സി ബൈ ചേഞ്ച് ഇൻ ക്യൂ. കാരണം എന്താ ഈ 100 എങ്ങനെ കിട്ടിയത്? സി, ഈ ഫോർമുല എടുക്കുക. ടോട്ടൽ കോസ്റ്റ് എൻ, ടോട്ടൽ കോസ്റ്റ് എന്നിൽ വരുന്നത് എത്രയാണ്? 160 ആണ്. മൈനസ് ടോട്ടൽ കോസ്റ്റ് n -1.
സോ 160 മൈനസ് 60 ഈസ് ഈക്വൽ ടു 100. ഓക്കെ, ഇനി ഈ ഒരു എക്സാമ്പിൾ എടുത്തോ. ചേഞ്ച് ഇൻ ടി സി എന്ന് പറയുന്നത് 60 160 ചേഞ്ച് ഇൻ ടി സി എത്രയാണ്? 100 ആണ്. ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് എത്രയാണ്? 0 എന്ന് 1 ആയി. അപ്പോൾ സോ ചേഞ്ച് ഇൻ ടി സി ഈസ് ഈക്വൽ ടു 100 ബൈ ചേഞ്ച് ഇൻ ക്യൂ ഈസ് ഈക്വൽ ടു 1. 100 ബൈ 1 യു വിൽ ഗെറ്റ് 100. ഓക്കെ, അത് നല്ല ക്ലാരിറ്റി വേണം. ദെൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് 2 ആയി. 2 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ടോട്ടൽ കോസ്റ്റ് 240 ആണ്. 240 ബൈ 2 ഈസ് ഈക്വൽ ടു 120 ആവറേജ് കോസ്റ്റ്. ദെൻ മാർജിനൽ കോസ്റ്റോ? എസിനെ നോക്കരുത് കേട്ടോ. മാർജിനൽ കോസ്റ്റ് കൊണ്ട് യു ജസ്റ്റ് ലുക്ക് അറ്റ് ദി ടി സി ദാറ്റ് ഈസ് 240 മൈനസ് 160. ടോട്ടൽ കോസ്റ്റ് n മൈനസ് ടോട്ടൽ കോസ്റ്റ് n മൈനസ് 1 ആണല്ലോ. 240 minus 160, then you will get 80. Okay, then level of output 3, total cost 300 by 3 is equal to 100 average cost. Then 300 minus 240, then you will get marginal cost 60. Okay, very easy to manage. Then fourth unit, total cost is 400, then average cost is 400 by 4 is equal to 100. Then marginal cost is also 100. Why? 400 minus 300 is equal to 100. Then fifth unit, total cost 560 by 5 you will get 112 average cost. Then marginal cost 560 minus 400, then you will get 160. Okay, then ആറാമത്തെ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റ് 780 ആണ്. ആവറേജ് കോസ്റ്റ് 780 by 6 you will get 130. Then 780 minus 560, then you will get marginal cost of 220. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ. നൗ സീ ദ റിലേഷൻഷിപ്പ്. ആവറേജ് കോസ്റ്റ് നോക്കൂ, കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നു. ദെൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് 3 ആകുമ്പോൾ ആവറേജ് കോസ്റ്റ് 100 ആണ്. ഔട്ട്പുട്ട് 4 ആകുമ്പോഴും ഓക്കെ നോട്ട് ചെയ്യണേ, ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് 4, ദെൻ ആവറേജ് കോസ്റ്റ് ഈസ് ആൾസോ സെയിം 100. ദിസ് ഈസ് ദ പോയിന്റ്. ഞാൻ പറഞ്ഞില്ല ഈ ലോവസ്റ്റ് പോയിന്റ്. ഇവിടെ എന്താണ്? ആവറേജ് കോസ്റ്റ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ആവറേജ് കോസ്റ്റ് ഈസ് കോൺസ്റ്റന്റ് 100 ആണ്. ദെൻ അഗെയിൻ 100. ആവറേജ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്താണ്? സി മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ദാറ്റ് ഈസ് മൈ പോയിന്റ്. മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആവറേജ് കോസ്റ്റ് ഈസ് ഡിക്ലൈനിങ് ഫ്രം 160 ടു 120, ദെൻ അഗെയിൻ ഫ്രം 120 ടു 100. നമ്മൾ പറഞ്ഞ ആവറേജ് കോസ്റ്റ് ഈസ് ഫാളിങ്, ദെൻ മാർജിനൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ആവറേജ് കോസ്റ്റ്. നോക്കൂ, മാർജിനൽ കോസ്റ്റ് 100, 160-നേക്കാളും കുറവാണ്. ദെൻ 120-നേക്കാളും കുറവാണ് മാർജിനൽ കോസ്റ്റ് 80. 100-നേക്കാളും കുറവാണ് എന്ത്? മാർജിനൽ കോസ്റ്റ് 60. ഓക്കെ, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈ ടേബിൾ വെച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ, ദെൻ രണ്ടാമത്തെ റിലേഷൻഷിപ്പ്, ആവറേജ് കോസ്റ്റ് ഈസ് റൈസിങ്. ഇവിടുന്ന് കഴിഞ്ഞ പിന്നെ 112 130 ആവറേജ് കോസ്റ്റ് ഇങ്ങനെ കൂടാണ്. ആവറേജ് കോസ്റ്റ് റൈസിങ് ആകുമ്പോൾ എന്താണ്? മാർജിനൽ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്. നോക്കൂ, 112 ആണ് ആവറേജ് കോസ്റ്റ്, ബട്ട് മാർജിനൽ കോസ്റ്റ് 160. ഇവിടെ വരുന്ന എന്താണ്? മാർജിനൽ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്. ഇവിടെ വരുന്ന എന്താണ്? വി ക്യാൻ സി മാർജിനൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ആവറേജ് കോസ്റ്റ്. ഓക്കെ, സോ ആവറേജ് കോസ്റ്റ് റൈസ് ചെയ്യുന്ന ഈ പോർഷൻ വരുമ്പോൾ മാർജിനൽ കോസ്റ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞ എന്താണ്? മാർജിനൽ കോസ്റ്റ് കർവ് വിൽ കട്ട് ആവറേജ് കോസ്റ്റ് അറ്റ് ഇറ്റ്സ് ലോവസ്റ്റ് പോയിന്റ്. ലോവസ്റ്റ് പോയിന്റ് ഏതാണ്? 100 ആണ്. 100-ലാണ് എന്ത് ചെയ്യുന്നത്? marginal cost cut the average cost. Okay, see this is about the relationship between MC and AC. A to Z analyze ചെയ്തിട്ടുണ്ട്. എക്സാമിന് 100% ഷാറായിട്ട് എഴുതണം. ഗ്രാഫൊക്കെ നല്ല രീതിയിൽ വരയ്ക്കുക, മനസ്സിലാക്കുക. 2 മാർക്കോ പാരഗ്രാഫ് ടൈപ്പോ എസ്സേയിലൊക്കെ വന്നാലും നിങ്ങൾ എന്താ ചെയ്യുക? നല്ല കിഡിലൻ ആൻസർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.